എപ്പിസെറാന ഇൻഡിക എന്ന നാമത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ തേനീച്ചയുടെ സെറ്റ് പിരിക്കുക അല്ലെങ്കിൽ ഡിവിഷൻ ചെയ്യുക എന്നതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഒരു തേനീച്ചക്കൂട് ഡിവിഷൻ ചെയ്യാൻ നമുക്കൊരു കാലിപ്പെട്ടി അത്യാവശ്യമാണ്. അതിനകത്ത് 6 ഫ്രെയിം ഉണ്ടായിരിക്കണം, 6 കാല് ഫ്രെയിം. ആ ഫ്രെയിം എല്ലാം പുറത്തോട്ടിരുന്ന ശേഷം നമ്മൾ പിരിക്കാൻ ഉദ്ദേശിക്കുന്ന മാതൃ കോളനി തുറന്നു നോക്കുക. അതിൽ 6 അട നിറഞ്ഞിരിക്കുന്നു ഉണ്ടോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. 6 അടയും നിറഞ്ഞ ഒരു കോളനി നമുക്ക് പിരിക്കാൻ പാകമായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സെപ്റ്റംബർ തൊട്ട് നവംബർ വരെയുള്ള മാസങ്ങളാണ് തിരിക്കാൻ ഏറ്റവും അനുയോജ്യം. അതിനുശേഷം മാതൃ കോളനിയുടെ ഓരോ അടകളായിട്ട് പരിശോധിക്കുക. ഈ പരിശോധനയുടെ ഈ കോളനിയിലെ റാണി, അതായത് എഗ് ലേയിങ് റാണി, അതായത് എഗ് ലേയിങ് ഏതാണ് എന്ന് കണ്ടുപിടിക്കുക. റാണി ഈച്ചയെ കണ്ടുപിടിക്കാൻ വേണ്ടി 6 അടകളും അതുപോലെ തന്നെ ആ കൂടിൻ്റെ എല്ലാ വശങ്ങളും നമ്മൾ പരിശോധിക്കേണ്ടതായിട്ട് മിക്കവാറും വരും. കാരണം എഗ് ലേയിങ് ബി അല്ലെങ്കിൽ റാണി ഈച്ച സാധാരണ ഈച്ചയേക്കാൾ 20% അധികം വലിപ്പം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരം ബീസ്, ആയിരക്കണക്കിന് ബീസിനിടയിൽ ആ ബിയെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ടാസ്ക്. ഈ ഓരോ അടകളും നമ്മൾ പരിശോധിക്കുകയും അത്തരത്തിൽ പരിശോധന വഴി നമുക്ക് എഗ് ലേയിങ് ബി അല്ലെങ്കിൽ റാണി ഈച്ചയെ നമുക്ക് കണ്ടെത്താനും സാധിക്കും. റാണി ഈച്ചയെ കണ്ടെത്തിയ ഉടൻ തന്നെ ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ വിഭജനം പൂർത്തിയായി. കാരണം റാണിയുള്ള കോമ്പ് മറ്റ് 2 ഏതെങ്കിലും എഗ്ഗുള്ള അല്ലെങ്കിൽ എഗ്ഗില്ലാതെയോ ഉള്ള ആ കോമ്പിനോട് ചേർത്ത് നമുക്ക് കാലിപ്പട്ടിയിലേക്ക് മാറ്റാം. മാതൃ കോളനിയിൽ അവശേഷിക്കുന്ന ബാക്കി 3 കോമ്പുകൾ, എല്ലാ സ്റ്റേജിലുമുള്ള മുട്ടയും ലാർവയുമുള്ള ആ കോമ്പുകളിലേക്ക് നമ്മൾ കാലി ഫ്രെയിം 3 കൂടി ഇട്ട് അടച്ച് അവിടെ തന്നെ വെച്ചാൽ വിഭജനം പൂർത്തിയായി എന്ന് തന്നെ പറയാം.